ശ്രീധര, എടാ ശ്രീധര, കഥ തുറക്കടാ. ഇവൻ തുറക്കുന്നില്ലല്ലോ. നിങ്ങൾ ഗോഡൌണിൽ കണ്ട ശവശരീരങ്ങൾ രണ്ടും ഞാൻ ജീവനോടെ കൊന്ന ദുഷ്ടന്മാരുടേതാണ്. അവരെ കൊന്നിട്ട് ഇവിടെ ജീവിക്കാൻ ഒക്കില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളതിനാൽ ഞാനും എന്റെ കുടുംബവും മരണം വരിക്കുന്നു. ഇതിൽ ആരും ഉത്തരവാദികളല്ല എന്ന് സ്വന്തം ശ്രീധരൻ. എന്റെ ഭർത്താവ് മരിച്ചുപോയെങ്കിലും അറ്റുപോകാതെ നിൽക്കുന്ന ഏക കണ്ണിയാ അദ്ദേഹത്തിന്റെ സഹോദരി നിർമ്മല. അവരുടെ മോന്റെ കല്യാണം ഗുരുവായൂരാ. എനിക്ക് പോയേ പറ്റൂ. അറ്റുപോകാത്തതല്ല, അറ്റുപോയതല്ലേ. ചേച്ചിയുടെ ഭർത്താവ് മരിച്ചപ്പോ അവരെന്തുവാ പറഞ്ഞേ? നമ്മൾക്കൊന്നും ഒന്നല്ലേ. നമ്മളുടെ വിഷ്ണുവിന്റെ കല്യാണത്തിന് അവരാരെങ്കിലും വന്നോ? അവൾക്കും എന്നെ പോലെ ഏക മകൻ, അവനോ ഗൾഫിലും. അവൾക്കിപ്പോ സുഖമില്ല. നമ്മുടെ ഇവിടെ ആരും പോകുന്നില്ല. നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോകും. ഇങ്ങനെയൊക്കെയാ അകന്ന് നിൽക്കുന്ന ബന്ധങ്ങൾ വീണ്ടും അടുക്കുന്നത്. ചേച്ചിയുടെ ഇഷ്ടം. പിന്നെ ജയശ്രീനെ കൂടെ കൊണ്ടുപോകും. ഗുരുവായൂർ വരെ യാത്ര ചെയ്യാനുള്ളതല്ലേ. ഞാൻ ഒരു കാർ ഏർപ്പാടാക്കാം. ഞാൻ ജയശ്രീയോട് ചോദിച്ചു, അവള് വരുന്നില്ലത്രേ. വിഷ്ണു പോയതിന് ദുഃഖം കൊണ്ടായിരിക്കും. ഞാൻ നിർബന്ധിച്ചുമില്ല. നീ എഴുന്നേറ്റ് വാ, കഞ്ഞി 6 മുമ്പ് കഴിക്കാൻ നോക്ക്. അമ്മയെ കണ്ടില്ലല്ലോ ഇതുവരെ. ചേച്ചി നാളെ രാവിലെ വരും. ആ അമ്മാവാ, അത്താഴം കാലായി, വന്ന് കഴിക്കട്ടോ. ശരി. അയൽ ഉണങ്ങി തുണി കിടക്ക, ഞാൻ പോയി എടുക്കട്ടെ. ഭദ്രേട്ടാ, പുറത്ത് നല്ല മഴ. എനിക്ക് മഴ എന്ത് ഇഷ്ടമെന്നറിയോ? മഴയത്ത് ഇങ്ങനെ ഓടി ഓടി നടക്കണം. Hey, nothing, Bhadrata. Come on. Rain is my life. Without rain, I am nothing. Bhadrata, come on. I love rain. Hey. Oh, wow. Wow. Yahoo. എല്ലാം നനഞ്ഞല്ലോ. വേഗം എടുക്ക്, വേഗം എടുക്ക്. വിടൂ, വിടാൻ. നീ ജയശ്രീയല്ല, എന്റെ ജെസ്സിയാ. എന്താ അമ്മായി കാണിക്കുന്നേ? എന്റെ ജെസ്സിയാ. ഞാൻ ജെസ്സി അല്ല. ജെസ്സി, എന്റെ ജെസ്സി. ജെസ്സി,
വേണ്ട അമ്മാവ വേണ്ട. എന്റെ ജെസ്സിയാണ്. മരിച്ചുപോയി എന്റെ ജെസ്സി തിരിച്ചു വന്നതാണ്. ഐ ലവ് യു ജെസ്സി. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു ജെസ്സി.